ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വരണ്ടു കിടക്കുന്ന വൃന്ദാവനത്തിലേക്ക് വരാൻ കാളിന്തി മടിച്ചപ്പോൾ നദീതീരത്തെ കലപ്പ കൊണ്ട് ഭേദിച്ച് ഫലവത്താക്കിയ കർഷക രാജാവാണ് ബലരാമൻ. ജലസേചനത്തിന്റെ ആദ്യ വാമൊഴി രേഖകളിലൊന്നാണ് ഈ പുരാണ കഥ. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസ് നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി കേരള കാർഷിക സർവകലാശാല പാഡി മിഷൻ ഡയറക്ടർ ഡോക്ടർ PV ബാലചന്ദ്രൻ. പ്രശസ്ത ചലച്ചിത്രകാരൻ പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചിത്രത്തിൽ ഒരു കുളമുണ്ട്. തറവാട് ഭാഗം വയ്ക്കുമ്പോൾ ഈ കുളം ആരടിക്കുമെന്ന് വീട്ടിലെ കുഞ്ഞിന് സംശയം. അവൾ അച്ഛനോട് പറഞ്ഞു, നമുക്ക് നഗരത്തിലേക്ക് ഈ കുളം കൂടി കൊണ്ടുപോകാം. ഇന്ന് ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ വേദിയിലേക്ക് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് വരുന്നത് ഒരു തോടുമായിട്ടാണ്, മരക്കാടി തോട്. നമുക്ക് സ്വാഗതം ചെയ്യാം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിനെ. പേരാമ്പ്രയിൽ നിന്ന് ഇന്ന് നമ്മോടൊപ്പമുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP ഗോപി, വൈസ് പ്രസിഡന്റ് ശ്രീമതി പുഷ്പ ചെറുകല്ലാട്ട്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബാലകൃഷ്ണൻ നായർ നല്ലാശ്ശേരി, CDS ചെയർപേഴ്സൺ ശ്രീമതി ഷീബ A, കുടുംബശ്രീ ജില്ലാ ഫാക്കൽറ്റി ഉണ്ണി വേങ്ങരി. നമ്മുടെ പ്രേക്ഷകർക്ക് പേരാമ്പ്ര എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് വടക്ക് ഭാഗത്ത് ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശം. കൂത്താളി സമരത്തിന്റെ ഹൃദയഭൂമി. ഇന്ത്യയിൽ ആകെ അറിയപ്പെടുന്ന സുഭിക്ഷ പേരാമ്പ്രയിലാണ്. വീരപരശുരാജയുടെ സഹധർമ്മിണി കുഞ്ഞാണി തമ്പുരാട്ടി പേരാമ്പ്രയിലെ അവിഞ്ഞാട്ട് സ്വദേശിയാണെന്ന് പറയപ്പെടുന്നു. പേരാമ്പ്രയുടെ ഗ്രാമ കാഴ്ചകളിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് വ്യത്യസ്തമായ ഒരു കാർഷിക ചരിത്രമാണ് ഉള്ളത്. 1946-48 കർഷകർ നടത്തിയ കൂത്താളി സമരത്തിന്റെ കേന്ദ്രസ്ഥാനമാണ് പേരാമ്പ്ര. പേരാമ്പ്രയ്ക്കുമുണ്ട് ഒരു സ്ഥലനാമ ചരിത്രം. പണ്ട് പഴശ്ശിരാജയുടെ അമ്പുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമായ പെരിയമ്പ് അറയാണ് പിന്നീട് പേരാമ്പ്രയായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പേരാമ്പ്രയുടെ സുസ്ഥിര വികസന മാതൃകകൾ എന്തൊക്കെയാണ്? പേരാമ്പ്രയിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ധാരാളം ജനോപരമായ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കാർഷിക മേഖലയിൽ, കുടിവെള്ള പദ്ധതി, വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ തന്നെ തനതായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത് 2 പദ്ധതികളാണ്. ഒന്ന്, കുടുംബശ്രീ മിഷന്റെയും ഭക്ഷ്യസുരക്ഷയുടെയും തൊഴിലുറപ്പിന്റെയും ഒരു സംയോജനം എന്നുള്ള ഒരു പദ്ധതിയും, അതോടൊപ്പം സമൂഹത്തിൽ ആലംബഹീനരായ അഗതി ആശയങ്ങളെ പുനരധിവസിപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള ഒരു പദ്ധതിയുമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പേരാമ്പ്രയുടെ വികസന കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങിയെത്താം. നമ്മുടെ കേരളം ഒരു ഉപഭോഗ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തുമാത്രം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നുണ്ടെന്ന്. കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കോഴിക്കോട് ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ 15 പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തി തുടങ്ങിയ പദ്ധതിയാണ് നിറവ്. ആദ്യഘട്ടത്തിൽ തന്നെ നിറവിൽ അംഗമാകാനും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനും കഴിഞ്ഞൊരു പഞ്ചായത്താണ് പേരാമ്പ്ര പഞ്ചായത്ത്. വ്യത്യസ്തങ്ങളായ സർക്കാർ നടപടികൾ ഒരു പ്രദേശത്തിന്റെ വികസന പ്രവർത്തനത്തിന് എങ്ങനെ സമന്വയിപ്പിക്കാം എന്നതിന് ഉത്തമ മാതൃക കാണിക്കുകയാണ് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത്. 20 വർഷത്തിലേറെ തരിശായി കിടന്നിരുന്ന ഈ പാടശേഖരവും
അനുബന്ധ തോടുകളും പേരാമ്പ്ര ടൗണിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും കാരണം ദുർഗന്ധപൂരിതമായിരുന്നു. കൃഷിയില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഉത്തമ ഉദാഹരണമായിരുന്നു ഈ പ്രദേശം. ഇവിടുത്തെ പ്രധാന നീർച്ചാലായ മരക്കാടിത്തോടും 6 അനുബന്ധ തോടുകളും പാടവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പായലുകളും മാലിന്യങ്ങളും നീക്കുക ശ്രമകരമായ ജോലിയായിരുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ, കുപ്പിച്ചില്ല് തുടങ്ങിയ മാലിന്യങ്ങളുടെ കൂമ്പാരമായിരുന്ന ഇവിടം വിഷജന്തുക്കളുടെ ആവാസ കേന്ദ്രമായിരുന്നു. 20 വർഷം മുമ്പ് ഈ പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മറ്റുള്ള മാലിന്യങ്ങളൊക്കെ വന്ന് കുന്നുകൂടി വന്ന കാരണം പല കൃഷികളൊന്നും എല്ലാം നശിച്ചുപോയി. അങ്ങനെ കംപ്ലീറ്റ് ഈ പ്രദേശം ഒട്ടാകെ വെളിക്കാടുകളും മറ്റുള്ള എല്ലാ സാധനങ്ങളും വന്ന് കഴിഞ്ഞ് ഈ വയലുകളിൽ കർഷക തൊഴിലാളികൾക്ക് ഇറങ്ങിക്കൂടാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ഈ ഇവിടെയുള്ള കൃഷിക്കാരൊക്കെ സ്ഥലങ്ങളൊക്കെ വെറുതെ തരിശായി ഇടാൻ തുടങ്ങി. പണ്ട് ഈ വയലുകളിലൊക്കെ ഒരു ഈ ഇപ്പം പേരാമ്പ്ര ടൗണിലേക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്ന് എത്താവുന്ന ദൂരമുള്ളായിരുന്നു. അതൊക്കെ അന്ന് വളരെ കിലോമീറ്ററുകളോളം വളഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പം അതൊക്കെ മാറി. ഈ സ്ത്രീകളുടെ മനോബലവും നിശ്ചയദാർഢ്യവുമായിരുന്നു പദ്ധതിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള ഊർജം പകർന്നത്. ഇവിടുത്തെ ജോലി തുടങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പ്ലാസ്റ്റിക് നിറഞ്ഞതും പുല്ല് ഞങ്ങൾക്ക് പണിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് വെട്ടി വലിച്ച് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങളിങ്ങനെ പിന്നെ പണിയെടുത്തത് ആദ്യം. പിന്നെ പോരെങ്കിൽ അട്ടയൊക്കെ ഞങ്ങൾ കാലിനിങ്ങനെ ചുരിദാറിട്ടിട്ട് കാലിന് കെട്ടിയിട്ട് പിന്നെ എന്നിട്ടൊക്കെയാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അട്ട ഒരു ഭാഗത്ത് നിന്നുണ്ട്, പിന്നെ പാമ്പുകൾ പുല്ലൊക്കെ നിറഞ്ഞ് കിടക്കുന്ന ഇതാ. 1121 തൊഴിലാളികൾക്ക് 15,694 തൊഴിൽ ദിനങ്ങൾ നൽകാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞു. പാടശേഖരത്തിൽ കൃഷിയിറക്കുന്നതിനു വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കർഷക ഗ്രൂപ്പുകളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാടശേഖര സമിതികളും രൂപീകരിച്ചിരുന്നു. കൃഷിക്കാവശ്യമായ വിത്തുകൾ കൃഷിഭവനും വളം ഗ്രാമപഞ്ചായത്തും ലഭ്യമാക്കിയതോടെ 140 ഏക്കറിൽ നെൽകൃഷി ഇറക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു. ഇതിനു പുറമെ കപ്പകൃഷിയും പച്ചക്കറി കൃഷിയും ഇവർ ഇവിടെ നടത്തിവരുന്നുണ്ട്. കാർഷിക പ്രവർത്തനങ്ങളിൽ ബാലസഭകളുടെ പങ്കാളിത്തവും സജീവമാണ് ഇവിടെ. ഏകദേശം എത്ര ഏക്കറിൽ കപ്പ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ? ഏകദേശം ഈ കാക്കക്കുനി പ്രദേശത്ത് 15 ഏക്കറോളം 15 കുടുംബശ്രീ യൂണിറ്റുകൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് പഞ്ചായത്തിന് ഉള്ളിൽ തന്നെ 28 യൂണിറ്റുകൾ കപ്പകൃഷി കുടുംബശ്രീ യൂണിറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ നിറവിൻ്റെ ഭാഗമായിട്ട് ഇൻസെൻറ്റീവ് ഒരു ഹെക്ടറിന് 7,500 രൂപ വരെ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട്. ഇതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാ? മാർക്കറ്റിംഗ് ഈ പ്രദേശത്തുകാർക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു നേരമെങ്കിലും ഒരു വീട്ടിൽ ഭക്ഷണം കപ്പ എന്നുള്ള രീതിയിൽ ഉണ്ട്. അതുകൊണ്ട് അത് ഇവിടെ വെച്ച് പ്രദേശത്തുകാർ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും കപ്പ നിർബന്ധമുള്ളൊരു പ്രദേശമാണ്. അതുപോലെ തന്നെ ടൗണിൽ ഇത്ര കടകളിൽ വിൽക്കുന്നുണ്ട്. പിന്നെ കുടുംബശ്രീ വാസചന്ത സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടും വിപണനം നടത്തുന്നു. കുടുംബത്തിനു വേണ്ടി സ്വന്തമായൊരു വരുമാനം ലക്ഷ്യം വെച്ചിറങ്ങുന്ന ഈ സ്ത്രീകൾ ഒരു പ്രദേശത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ഘടനയെ തന്നെയാണ് മാറ്റിയെഴുതുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങൾ ഒരു പാരിസ്ഥിതിക സമ്പ്രദായത്തിന്റെ പുനർനിർമ്മാണം കൂടിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയായ സുഭിക്ഷയുടെ ഒരു യൂണിറ്റ് പേരാമ്പ്ര പഞ്ചായത്തിലുണ്ട്. കുടുംബശ്രീ അംഗങ്ങളായ 130 സ്ത്രീകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സുഭിക്ഷ എന്ന പദ്ധതിൻ്റെ പേരാമ്പ്ര പഞ്ചായത്തിലെ ഒരു കെട്ടിടം ഇതാണിത്. യഥാർത്ഥത്തിൽ ഈ കെട്ടിടം സുഭിക്ഷേൻ്റെ ഫുഡ് പ്രോസസ്സിംഗ് സെൻ്ററാണ്. ഫുഡ് പ്രോസസ്സിംഗ് സുഭിക്ഷയിലെ 41ഓളം നാളികേര ഉൽപ്പന്നങ്ങളും അതിൻ്റെ എല്ലാതും പ്രൊഡക്ഷനും പാക്കേജിങ്ങും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങും ഇവിടെ നിന്നാണ് നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് സുഭിക്ഷയുടെ ഒരു വലിയൊരു ഓയിൽ മിൽ യൂണിറ്റ്, ഡെയിലി 5 ടൺ കൊപ്ര വെളിച്ചെണ്ണയാക്കി മാറ്റുന്ന തരത്തിലൊരു ഓയിൽ മിൽ യൂണിറ്റ്, അതാണ് ഇവിടെ, അതിൻ്റെ പ്ലാന്റാണിത്. മുഴുവൻ കുടുംബങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഈ പഞ്ചായത്ത് അഗതി ആശ്രയ പദ്ധതി പ്രകാരം 104 കുടുംബങ്ങളെയാണ് സംരക്ഷിച്ചു വരുന്നത്. ഇവർക്ക് ചികിത്സാ സഹായം, കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം എന്നിവ നൽകുന്നതിനോടൊപ്പം എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷണവും ഉറപ്പുവരുത്തുന്നുണ്ട് ഈ പഞ്ചായത്ത്.
പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടു.